ജനപ്രിയ നായകന്റെ തങ്കമണി എന്ന സിനിമ നമ്മളത് കണ്ടു വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് ഈ സിനിമ കാണാൻ ഞങ്ങൾ പോയത്. കാരണം ഉണ്ടായ സംഭവം ചിത്രമായിട്ട്, അതായത് സിനിമയായിട്ട് നമ്മൾ മുന്നിലേക്ക് എത്തുമ്പോൾ അത് രസത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ കണ്ടു. അതൊരു ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഭയങ്കര ലാഗ് ആയിട്ട് ഒരു സീരിയൽ കില്ലറിനെ പിടിക്കണ മുതൽ തുടങ്ങുന്ന ഒരു പടം ഒരു സീരിയൽ പോലെ ഫസ്റ്റ് ഹാഫിൽ ഇട്ടിച്ചിട്ടുണ്ട്. പ്രമുഖരായ കുറച്ച് പേര് ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ പോകുന്ന സിനിമ പക്കാ സീരിയൽ പോലെയാണ് ഫസ്റ്റ് ഹാഫ് എടുത്തു വെച്ചിട്ടുള്ളത്. പല സ്ഥലത്തും ഭയങ്കര ബോറായിട്ട് തോന്നി, ലാഗായിട്ട് തോന്നി. ഒരു ആവശ്യമില്ലാത്ത കുറെ എലമെന്റ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതെ, എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റർവെൽ ആയാൽ മതി, ഒന്ന് തിയേറ്ററിൽ ആഗ്രഹിക്കും ഇന്റർവെൽ ആയി കിട്ടിയെങ്കിൽ. അങ്ങനെ തോന്നിയ ഒരു പടമാണ്. പക്ഷെ ഇന്റർവെലിന് ശേഷം ആ ഒരു തങ്കമണി ഉണ്ടായ സംഭവം കാണിച്ചിരുന്ന കുറച്ച് സീനുണ്ട്, ശരിക്കും തരിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അമ്മാതിരി ആ ഒരു കാര്യങ്ങൾ, അവിടെ ഉണ്ടായ സംഭവങ്ങൾ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെ. ഇതുപോലത്തെ ഒരു സംഭവം അവിടെ നടന്നു എന്ന് പറയുമ്പോൾ അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പോലീസുകാരുടെ നരനായാട്ട്, പോരാത്തതിന് രാഷ്ട്രീയക്കാരുടെ തരം രാഷ്ട്രീയക്കാരുടെ മുഖം കറക്റ്റ് ആയിട്ട്, അതായത് ആ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ഈ സിനിമയിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പാർട്ടിയുടെ പേരും കാര്യമൊന്നും പറയുന്നില്ല. അതെ, സിനിമ കണ്ട ഏകദേശം മനസ്സിലാവും. അന്ന് ആ പാർട്ടി, ഇനിയിപ്പോ ആ പാർട്ടിക്കാരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എടുത്താണെന്ന് അറിയില്ല. ആ ഒരു സംഭവം നടക്കുമ്പോൾ ഭരണത്തിൽ ഉണ്ടായിരുന്ന പാർട്ടിയും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയും ആ ഒരു സംഭവം എത്രത്തോളം മുതലെടുത്തു, അത് എത്രത്തോളം മാത്രമല്ല ആ സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോലീസുകാരെ വീണ്ടും തിരിച്ചെടുത്തൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. യഥാർത്ഥ സംഭവം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. ഒരു പോലീസുകാർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങള് ആ നാടിനെ എത്രത്തോളം എഫക്ട് ചെയ്തു അല്ലെ. ചെറിയ സംഭവം, അതായത് ഒരു ബസ് ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല, റോഡ് മോശമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല, അതിൽ തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം നമുക്ക് കാണിച്ചിരുന്നത് സെക്കൻഡ് ഹാഫിനാണ്. ആ ഒരു ചെറിയ വിഷയം അത് എത്രത്തോളം വലിയൊരു വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ഒരു സിനിമ നമുക്ക് കാണിച്ചിരുന്നത്. സ്ത്രീകളോടുള്ള അതെ, ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവലാണ്. ട്രാക്കിലേക്ക് കയറിയപ്പോ അപ്പോഴാണ് നമ്മളെ ശരിക്കും എൻഗേജ് കിട്ടിയത്. പക്ഷെ ദിലീപിന് അഭിനയിക്കാൻ പരമാവധി അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപിന്റെ സ്ഥിരം കോമഡി പാറ്റേണും കാര്യങ്ങളും ചളി ഇല്ലാണ്ട് സീരിയസ് ആയിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റിയൊരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ ആബൽ ജോഷോ മാത്തൻ എന്നുള്ള കഥാപാത്രം. പിന്നെ ഇതിലൊരു SP റാങ്കിൽ അഭിനയിക്കുന്ന പ്രണീത സുഭാഷ് വളരെ ബോറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം പറ്റാത്തൊരു വേഷം. ഒരു പ്രതി ഇരുന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് നടന്ന സംഭവമാണ് പറയുമെങ്കിൽ പോലും അവര് അപ്പൊ ഉണ്ട് കാര്യങ്ങൾ ആ സീനൊക്കെ. പിന്നെ പറ്റാത്തൊരു റോളാണ് ആ ഒരു SP റോളായിട്ട് വന്നിട്ടുള്ള ഒരു നായിക. നല്ല രസത്തിൽ നാട്ടുമ്പുറത്തെ പെണ്ണാണ്, പല ലെവലിലുള്ള അഭിനയമാണ്. പിന്നെ ഛായാഗ്രഹണവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പറ്റിയ ഒരു ഛായാഗ്രഹണമല്ല, പക്ഷെ കുറച്ച് പല സമയത്തുള്ളതില് കുറച്ച് കളർ ഗ്രേഡിങ് കുറച്ച് കൂടി പഴയ കാലൊക്കെ കുറച്ചുകൂടി കളറൊന്ന് കുറച്ചിട്ട് കാണിക്കുമ്പോൾ രസമുണ്ടായിരുന്നു. പിന്നെ അജ്മൽ അമീർ ഓവറായിട്ട് അഭിനയിച്ച മുഖത്ത് അഭിനയം എന്തൊക്കെ കാണിച്ചു കൂട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യമില്ലാതെ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പിന്നെ സംവിധാനത്തിന്റെ തിരക്കഥയുടെയും ചെറിയൊരു സിനിമ നമുക്ക് ഫസ്റ്റ് ഹാഫിലും മനസ്സിലാവും നല്ല രീതിയിൽ. ഇതിലും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് പടം ട്രാക്ക്. അതെ അതെ, സെക്കൻഡ് ഹാഫിൽ ഇതിലും കൂടുതൽ ബോറടി ഉണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുമ്പോ സാധനം ട്രാക്കിലാണ് കയറി അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമാക്സ് നല്ല രീതിയിൽ. പ്രതികാരമാണ് മെയിൻ ആയിട്ട് പടം കാണിച്ചിരുന്നത്. ആ നാട്ടില് ആ ഒരു സംഭവം ഉണ്ടായപ്പോ പ്രതികാരം ചെയ്യുന്ന ഒരു നടൻ, അതാണ് ഒരു സിനിമയിൽ. അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു നടനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സിനിമക്ക് വേണ്ടിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ കാണിച്ചെന്ന സീനില്ല ആ സെക്കൻഡ് ഹാഫിൽ, അതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന ആൾക്കാരുടെ അവസ്ഥ, മാനസികാവസ്ഥ ആലോചിക്കോ. വളരെ ക്രൂരം പറഞ്ഞുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ പോലീസ് അവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതിലും ക്രൂരമായിട്ടായിരിക്കും ഒരു പക്ഷെ അവിടെ. കാരണം ഒരു മന്ത്രിസഭ പോലും താഴെ വീണ ഒരു പരിപാടി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ക്രൂരമായിട്ടാവും പോലീസുകാർ ചെയ്തിട്ടുണ്ടാവുക. നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച നമ്മളൊക്കെ ഭാഗ്യമായിട്ട്. കാരണം നമ്മളെന്ന് ഒരുപാട് ആളുകൾ മീഡിയയുടെ ഒരു പ്രസൻസ് കാണിച്ചിരുന്ന സിദ്ദീഖാണ്. അതെ, സിദ്ദീഖ് ഒരു റിപ്പോർട്ടറാണ്, കൊടുത്ത റോള് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തി അവിടെ വരുന്ന സമയത്ത് പോലീസുകാർക്ക് ചെറിയൊരു ഭയം, അതായത് പത്രക്കാർക്ക് വലിയ രീതിയിൽ കൈകടത്താൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. 1986 ആ കാലഘട്ടത്തിലാണ് സംഭവം നടക്കുന്നത്. പക്ഷെ പത്രക്കാരിൽ ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എന്തൊക്കെ ആയിക്കോട്ടെ, കാരണം ഒരാളിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പുറം ലോകം വലിയ വിഷയമാണെങ്കിൽ പത്രക്കാർ വേണം. പത്രക്കാരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് പോവാൻ ഉദ്ദേശിച്ചവർക്ക് സിനിമയ്ക്ക് പോകാം. കാരണം പടം നിൽക്കുന്നത്. തങ്കമണിയിൽ എന്താണ് സംഭവിച്ചത് അതിന്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഈ സിനിമയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളൂ എന്തായാലും അധികാരികൾക്കായി സമർപ്പിക്കുന്നു. കറക്റ്റാണ്, അധികാരികൾക്കായി സമർപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടറിയണം. അത് നമ്മൾ കണ്ടറിയുമ്പോൾ അറിയാതെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കരഞ്ഞു പോലെ. കാരണം നമുക്ക് ഫീൽ ആവും. നമ്മളൊന്നും ആ സംഭവം അനുഭവിച്ചിട്ടില്ലെങ്കിലും അത് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ നോക്കുമ്പോൾ സംവിധാനത്തിലെ ഒരു ചെറിയൊരു മിസ്റ്റേക്കും പോരായ്മയും അതുപോലെ തന്നെ തിരക്കഥയുടെ ഒരു വലിയ അഭാവം ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ ഒരുപാട് വലിയ വലിയ താരങ്ങളൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് റോളുണ്ടെങ്കിൽ പോലും നന്നായി അഭിനയിച്ചിട്ടുണ്ട്.
അഭിനയിച്ച് ബുദ്ധിമുട്ട് തോന്നിയത് രണ്ടാളാണ്. അത് രണ്ടാളുടെ അടുത്ത് പറഞ്ഞു നമ്മള്. ഞാൻ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ആളുകളൊക്കെ ശരിക്കും സീരിയൽ പോലെയാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഓക്കെ ആയിട്ടുണ്ട്. സിനിമ കാണുന്ന താല്പര്യമുള്ളവർക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. കാരണം പൈസ പോയതെന്നുള്ള ഫീൽ ഒന്നും വരില്ല. സെക്കൻഡ് ഹാഫിൽ അത് ഫിനിഷ് ആവും. സിനിമ എല്ലാവരും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമന്റ് ചെയ്യുക.